ഗൾഫ് മേഖലകളിൽ ആക്രമണം തുടർന്ന് ഇറാൻ. യുഎഇയിലെ ഖോർഫഖാൻ തുറമുഖത്തുണ്ടായ ഇറാൻ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. കുവൈറ്റിൽ പുലർച്ചെ ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായി. ദുബായിൽ നിന്നും മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഇറാൻ തുടരുകയാണ്. അതിന്റെ തോത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വർദ്ധിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇന്നലെയും കാര്യമായിട്ടുള്ള ആക്രമണമാണ് കുവൈറ്റ്, ഒപ്പം തന്നെ ബഹ്റൈൻ, യുഎഇയിലൊക്കെയും ഉണ്ടായത്. യുഎഇയിൽ ഇന്നലെ കാര്യമായി തന്നെ ആക്രമണം ഉണ്ടായി. ഏതാണ്ട് രാത്രിയോട് കൂടിയിട്ടാണ് ഈ ഖോർഫഖാനിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. ഖോർഫഖാനിൽ പോർട്ടിന് സമീപം ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നും ഒപ്പം തന്നെ ഒരു നേപ്പാൾ സ്വദേശിക്ക് ഗുരുതരമായി പരിക്കേറ്റതായിട്ടും ഉള്ള വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ 3 പാകിസ്ഥാൻ സ്വദേശികൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ തുറമുഖത്തുണ്ടായ ആക്രമണത്തിൽ വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി അധികൃതർ നൽകിയിരിക്കുന്ന സ്ഥിരീകരണം. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് പൂർണ്ണമായും അടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം അത് കാര്യമായി തന്നെ വീണ്ടും ഇറാൻ ആരംഭിച്ചിരിക്കുന്നു എന്നുകൂടി ഈ ആക്രമണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം കുവൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് കുവൈറ്റിൽ രാവിലെ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. പക്ഷെ ഒരു തവണയാണ് നിലവിൽ ഇതുവരെ ആക്രമണം ഉണ്ടായതായി മനസ്സിലാകുന്നത്. ഏതൊക്കെ തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആളപായമുണ്ടോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. ഇത്തരത്തിൽ ഖത്തറിൽ കാര്യമായ ആക്രമണമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒപ്പം സൗദി അറേബ്യയിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ആക്രമണങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും അങ്ങനെ ആക്രമണത്തിന്റെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പ്രധാനമായിട്ടും ഈ യുഎഇയും കുവൈറ്റും കേന്ദ്രീകരിച്ച് ഉള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ബഹ്റൈനിലും സ്ഥിരമായി ആക്രമണം രാവിലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു അറുതിയും ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരവും ആശങ്കയുണ്ടാക്കുന്ന വിവരവും. എന്തായാലും യുഎഇ ഖോർഫഖാൻ തുറമുഖത്താണ് ഇറാന്റെ ആക്രമണം ഉണ്ടായത്. 4 പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. ആക്രമണത്തിന് അയവില്ല എന്ന് തന്നെയാണ് മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.